Hi there, this is Abin here and welcome back once again. So, ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെലക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ടാഗ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ പലതരത്തിലുള്ള ഇൻപുട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇൻപുട്ടുകളെല്ലാം ഫോംസിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇൻപുട്ടാണ്. ഇത് നമ്മൾ നോർമലി ഫോംസിന്റെ അകത്ത് വരാത്ത എങ്കിലും മോസ്റ്റ് കോമൺലി എല്ലായിടത്തും യൂസ് ചെയ്യുന്ന കൂട്ട് ഇൻപുട്ടാണ് ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ ഫോംസിന്റെ അകത്ത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോ ഇത് സാധാരണ ഇൻപുട്ട് ടാഗുകളല്ലാത്ത നമ്മൾ നേരത്തെ പഠിച്ച ഇൻപുട്ടുകളിൽ ഒരു ഇൻപുട്ട് വെച്ച് ബാക്കിയെല്ലാം തന്നെ ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. അതായത് ഇൻപുട്ട് ടാഗ് അതിന്റെ ആട്രിബ്യൂട്ടായ ടൈപ്പ്, ടെക്സ്റ്റ്, പാസ്വേഡ്, അതുപോലെ തന്നെ ഇമെയിൽ, സെർച്ച്, അങ്ങനത്തെ കുറെ ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻപുട്ടുകളിൽ ഇൻപുട്ട് ടാഗ് നമ്മൾ ഉപയോഗിക്കത്തില്ല, മറ്റ് പല ടാഗ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാഗ് എന്ന് പറഞ്ഞാൽ സെലക്ട് ടാഗിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സെലക്ട് ഇൻപുട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സെലക്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ഇൻപുട്ടാണ്. നമ്മൾ സാധാരണ വെബ്സൈറ്റിലൊക്കെ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ടാകും. ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ബട്ടൺ പോലെ ഉണ്ടായിരിക്കും. അതിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. അതുപോലത്തെ ഡ്രോപ്പ് ഡൗൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സെലക്ട് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ സെലക്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇതും ഒരു ടൈപ്പ് ഓഫ് ഇൻപുട്ടാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന എല്ലാത്തിനും ഇതുപോലെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഡാറ്റയ്ക്കും ഇൻപുട്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, യൂസർ ഒരു ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും സെർച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം സെലക്ട് ചെയ്യുന്നതിനും ഇൻപുട്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, സോ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻപുട്സ് ആണ്. ഇത് ഈ അത്തരത്തിലുള്ള ഇൻപുട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ടാഗ് എന്ന് പറഞ്ഞാൽ സെലക്ട് ടാഗാണ്. സെലക്ട് എന്ന് പറഞ്ഞ ടാഗുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ടാഗ് ഇറ്റ്സെൽഫ്, അതായത് സെലക്ട് ടാഗ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ബട്ടൺ മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ആൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സെലക്ട് എന്ന് പറഞ്ഞ്. ഇതുപോലത്തെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഐറ്റംസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, സോ സെലക്ട് ടാഗ് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ ഒരു ബട്ടൺ മാത്രമേ വരത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ലിസ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഓരോ ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഓരോ ഓപ്ഷൻസും കൊടുത്തിട്ടില്ല. ആകെപ്പാടെ നമ്മൾ എംപ്റ്റി ആയിട്ടുള്ളൊരു സെലക്ട് ടാഗ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ, ഓപ്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ഓപ്ഷൻ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് കണ്ടന്റ് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് UK എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും UK എന്ന് പറഞ്ഞു ഒരു സിംഗിൾ ഐറ്റം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ യൂസറിന് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റ് ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പം ഒരു ഓപ്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, നമുക്ക് ഒരു ഓപ്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ 3 ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ. ഓക്കെ, സോ ഇതുപോലെയാണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺസിന്, ഇതിനാണ് ഡ്രോപ്പ് ഡൗൺസ് എന്ന് പറയുന്നത്. പല ബ്രൗസറിലും പല സ്റ്റൈലായിരിക്കും ഇതിന് കൊടുത്തിട്ടുണ്ടിരിക്കുന്നത്. ക്രോമിലെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് ആയിരിക്കും, അതുപോലെ എഡ്ജിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡ്രോപ്പ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് സെലക്റ്റിന് നമുക്ക് ലേബിൾ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാം, നേരത്തെ ഉപയോഗിച്ച പോലെ നേരത്തെ നമ്മൾ ഇൻപുട്ടിൽ ലേബിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ലേബിൾ എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ടാഗ് ക്ലോസ് ചെയ്യുക. ഇതിനകത്ത് എന്താണോ ലേബിൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. അതായത് ഇവിടെ യൂസറിന് കാണാനായിട്ട്, അതായത് ഈ ഒരു ഫീൽഡിൽ യൂസറിന് കാണാനായിട്ട് എന്താണ് കൊടുക്കേണ്ടത് അതാണ് നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് സെലക്ട് എന്ന് പറഞ്ഞൊരു ലേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ലേബലിന് നെയിം നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ചില ബ്രൗസറിൽ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മളൊരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു നെയിമും അതോടൊപ്പം തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിവിടെ ID കൊടുക്കാൻ പോവുകയാണ്. ID ഇപ്പം നമുക്ക് ഓക്കെ, കൺട്രിയുടെ COU മാത്രം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കൺട്രിയുടെ COU മാത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിമും നമ്മൾ ഇതുപോലെ തന്നെ COU എന്ന് തന്നെ കൊടുക്കുവാണ്. അതുപോലെ തന്നെ ലേബലിന് വേണ്ടിയിട്ട് ലേബൽ 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ IDs ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ലേബൽ 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് COU എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ലേബിൾസ് കൊടുക്കുന്നതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇതുപോലെ നമുക്ക് സെലക്ട് ഐറ്റംസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് സെലക്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് സെലക്ട് ടാഗ് എന്ന് പറയുന്നത്. സെലക്ട് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട് വരും. സെലക്ട് ടാഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാഗ് മാത്രമായിട്ട് വരത്തുള്ളൂ. ഇതോ ക്ലോസ് ടാഗ് വരത്തില്ല, സെലക്ടിൻ്റെ സ്റ്റാർട്ട് ടാഗ് മാത്രം. ഇത് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരും. ഓക്കെ, അടുത്ത ഡിഫോൾട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയ ആണ്. ടെക്സ്റ്റ് ഏരിയ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു എലിമെൻ്റ് കൂടിയുണ്ട്. ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വാൻസ്ഡ് സെലക്ടേഴ്സും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇതൊരു ഇൻപുട്ട് അല്ല, ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ മാത്രമുള്ള കാര്യമാണ്. അതൊരു ഫോംസിൻ്റെ ഉള്ളിൽ തന്നെ ഗ്രൂപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു ടാഗാണ് ഈ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ടാഗ്. ഓക്കെ, സോ ഫീൽഡ് സെറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ടാഗാണ്. ഫീൽഡ് സെറ്റ് ഒരുപാട് ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മോസ്റ്റ് കോമൺലി യൂസ്ഡ് അല്ല, പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒത്തിരി ഇൻ്റർവ്യൂസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗ്രൂപ്പിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടാഗാണ്. അതായത് റിലേറ്റഡ് ഐറ്റംസ് മാത്രം ഗ്രൂപ്പിനിലെ റിലേറ്റഡ് എലിമെൻറ്റ്സ്, റിലേറ്റഡ് ടാഗ്സ് എല്ലാം കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഫീൽഡ് സെറ്റ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ഇൻപുട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കുവാണ്. നമുക്ക് ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. എത്ര ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഡമ്മി ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻപുട്ട് കൊടുക്കുവാണ്. ഓക്കെ, ജസ്റ്റ് ഇൻപുട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാണ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് ഒരു കോളം എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോളം ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഇൻപുട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കോളം വരത്തില്ല. അത് ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ടാഗ് കൊണ്ടുവരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ വരത്തില്ല. ഇവിടെ നിൽക്കുന്ന ഒക്കെ കാണാം, നെയിം അതുപോലെ തന്നെ ആ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫീൽഡ് സെറ്റിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മുകളിലൊരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലത്തെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യാൻ പോകുവാണ്. എന്നിട്ട് ഫീൽഡ് സെറ്റിൻ്റെ അകത്ത് ഞാൻ ഒന്നും കൂടെ ഒരു ബോക്സും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ നെയിമിന് പകരം ഓക്കെ പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, ഇനി അതുപോലെ പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാൻ പറ്റും. ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ പ്രത്യേകതയാണ്, ഈ ഒരു ഗ്രൂപ്പിംഗ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയാണ് നമുക്കിതിന് നെയിം കൊടുക്കാൻ പറ്റും. അതായത് ഈ കോളം അതല്ലെങ്കിൽ ഈ ബോക്സ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ നെയിം കൊടുക്കാൻ പറ്റും. അതായത് ഈ ഗ്രൂപ്പിന് നമ്മൾ എന്താണ് നെയിം കൊടുക്കുന്നത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പം നമ്മൾ മുകളിൽ സാധാരണ പാരഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഇവിടെ പാരഗ്രാഫ് ടാഗ് ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽസ് എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുകളിലാണ് വരാറ്. ഓക്കെ, പക്ഷേ ഇതിന് പകരമായിട്ട് ഈ കോളത്തിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ഹെഡിങ് പോലെ കൊടുക്കാൻ സാധിക്കും. ലെജൻഡ് ടാഗാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ലെജൻഡ് ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഇതും അതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യേണ്ട ഒരു ടാഗാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം, ഇഷ്ടമുള്ള കൊടുക്കാം. അതിൻ്റെ അകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഈ ഒരു കോളം ബ്രേക്ക് ചെയ്തുകൊണ്ട്, സോ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് നെയിം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. നെയിം എന്ന് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. ഇവിടെ ഓക്കെ, ഇതുപോലെ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് കൊടുക്കാവുന്നതാണ്. നെയിമിൻ്റെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതും ഫോംസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. സോ ഇതും ഫോംസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ടാഗ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാഗാണ്. നോർമലി ഇൻ്റർവ്യൂസിൽ ലെജൻഡ് ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. സോ അപ്പോൾ നിങ്ങൾ പറയാൻ സാധിക്കണം ഫീൽഡ് സെറ്റിൻ്റെ അകത്ത് അതിന് ഹെഡിങ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് നമ്മുടെ പറഞ്ഞ ലെജൻഡ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾ മോസ്റ്റ്ലി അങ്ങനെ യൂസ് ചെയ്യാറില്ല, കോഡിങ്ങിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എങ്കിലും ഇൻ്റർവ്യൂസ് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫീൽഡ് സെറ്റിനെ കുറിച്ച് ടീച്ച് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് കൂടി ഉണ്ട്. ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉപയോഗിച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ് സാധാരണ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഡാറ്റനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടോ, അത് ഇൻപുട്ട് പോലെ തന്നെയാണ്, പക്ഷേ ഇൻപുട്ടിനെ കുറിച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളതാണ്. ഏകദേശം ഡ്രോപ്പ് ഡൗൺ പോലെ തന്നെയാണ് ഈ ഡാറ്റ ലിസ്റ്റ് എന്ന് പറയുന്നതും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഈ സെലക്ട് ടാഗ് യൂസ് ചെയ്തതുപോലെ സെലക്റ്റിൽ നിന്ന്, അതായത് ഡ്രോപ്പ് ഡൗൺസ് യൂസ് ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഡാറ്റ ലിസ്റ്റും യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതേ ടാഗ്സ് തന്നെയാണ്, പക്ഷേ സെലക്റ്റിന് പകരം ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടാഗാണ്. നമ്മൾ സാധാരണ സെലക്ട് ടാഗാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്യാറ്, പക്ഷേ അതിന് പകരം ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് പല തരത്തിലുള്ള ബ്രൗസറോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ക്രോം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പം നമുക്ക് ക്രോം എന്ന് പറഞ്ഞ അടിയിൽ കാണിക്കും. അതായത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ് ഇവിടെ നമുക്ക് ലിസ്റ്റായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി ഞാൻ എഫ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫയർഫോക്സ് അതുപോലെ എഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ബ്രൗസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ പോലെ തന്നെയാണ്, പക്ഷേ ഇതിനൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ യൂസർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ ആ ഒരു ലിസ്റ്റ് കാണിക്കത്തുള്ളൂ. ഓക്കെ, യൂസർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഈ ഒരു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ, അതായത് ഈ വാല്യൂസിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാണിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ സെലക്ട് ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡ്രോപ്പ് ഡൗൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഡാറ്റ ലിസ്റ്റ് ടാഗാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസേഴ്സിന് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് ആണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. സോ ആക്ച്വലി ഇതൊരു ഇൻപുട്ട് തന്നെയാണ്. ഈ ഒരു ഇൻപുട്ട് ടാഗ് ഇവിടെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇൻപുട്ട് ടാഗിൻ്റെ അകത്ത് ഈ ID ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ID ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡാറ്റാസ് സെലക്ട് ചെയ്യുന്നത്. ഡാറ്റ ലിസ്റ്റ് ടാഗ് മാത്രം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല. ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ലേബിൾസ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ലേബിൾ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലേബിൾ നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ലേബിൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ് ടാഗ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഡാറ്റ ലിസ്റ്റ് ടാഗ് മാത്രം ക്രിയേറ്റ് ചെയ്തു, പ്രത്യേകിച്ച് യൂസൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല, മൊത്തം എംപ്റ്റി ആണ്. അവിടെ ഇൻപുട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നമുക്ക് ഡാറ്റ ലിസ്റ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇൻപുട്ട് കൂടെ കാണാൻ സാധിക്കും. ആക്ച്വലി ഇതൊരു ടെക്സ്റ്റ് ബോക്സ് ഇൻപുട്ടാണ്, അതിലേക്ക് കുറച്ച് ഡാറ്റാസും കൂടെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെയിം നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, നെയിം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ബ്രൗസർ എന്നാണ് ഇതിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ ലേബിൾസ് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. നെയിമും IDയും ലേബിൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നെയിമും ID റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഇതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലിസ്റ്റ് ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ ഈ ഡാറ്റ ലിസ്റ്റിന് എന്ത് ID ആണോ കൊടുത്തിട്ടുള്ളത് അതേ ID തന്നെയായിരിക്കണം ഇവിടെ കൊടുത്തിട്ടുണ്ടാകുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതും ബ്രൗസേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ലിസ്റ്റിലും ബ്രൗസേഴ്സ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആക്ച്വലി ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന. ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ മാത്രം വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് വരും. ഓക്കെ, സോ ഇതുപോലെ ഡാറ്റ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ട ടാഗ് ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗാണ്. സെലക്ട് ടാഗ് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും, സെലക്ട് ടാഗിന് ഇത് മാത്രമല്ല ഓപ്ഷൻസിൽ നമ്മളിവിടെ വാല്യൂസും കൂടെ കൊടുക്കണം. സെലക്ട് ടാഗിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡാറ്റ ലിസ്റ്റും സെലക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്ന ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഡാറ്റ ലിസ്റ്റും സെലക്ട് ടാഗും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സെലക്ട് ടാഗിൽ ഓപ്ഷൻസ്, ഇവിടെ ഇപ്പം ഞാനിവിടെ ഡാറ്റ ലിസ്റ്റ് മാറ്റിയിട്ട് സെലക്ട് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഓപ്ഷൻസിൻ്റെ അകത്ത് നമ്മൾ ഓപ്ഷൻസ് ഓരോ ഓപ്ഷനും ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ ഓപ്ഷനാണോ കൊടുത്തിട്ടുള്ളത് ആ ഓപ്ഷൻ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഓക്കെ, വാല്യൂസ് എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വരത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻസ് ഞാനിപ്പോൾ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാനിവിടെ ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറ്റി സെലക്ട് ആക്കാൻ പോവാണ്. ഓക്കെ, സെലക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, സെലക്ട് നമ്മൾ ക്ലോസും ചെയ്യണം. ഓക്കെ, ഇപ്പം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് 5 വാല്യൂസ് ഉണ്ട്. പക്ഷേ ആ വാല്യൂസിന് എന്ത് കൊടുത്തിട്ടില്ല, ടെക്സ്റ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ 5 വാല്യൂസ്. ഇത് ഇപ്പം എനിക്കിവിടെ ഷാഡോ പോലെ കാണാൻ സാധിക്കും.
ഇവിടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 5 വാല്യൂസ് ഉണ്ട്. ഓക്കെ, കാരണം 5 ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെന്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ വാല്യൂ മാത്രമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും വരിക. ഓക്കെ, സോ ടെക്സ്റ്റ് കൊടുക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇൻപുട്ടിൽ ഈ സമയത്ത് നമ്മൾ ഇൻപുട്ടിൽ ക്രോം സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ക്രോം എന്ന് പറഞ്ഞ് CH ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ലിസ്റ്റുകളൊന്നും വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് സെലക്ട് ടാഗാണ്. മറ്റേ ടാഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ലിസ്റ്റ് ടാഗാണ്. ഓക്കെ, സോ ഇവിടെ എന്തെങ്കിലും വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഡ്രോപ്പ് ഡൗണിൽ നിങ്ങൾക്ക് പല വാല്യൂസ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഓപ്ഷൻ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഡാറ്റ ലിസ്റ്റ് ടാഗാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഓപ്ഷൻ ടാഗ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ അകത്ത് റിസൾട്ട് പ്രോപ്പറായിട്ട് തന്നെ വരും. കാരണം ഡാറ്റ ലിസ്റ്റ് ടാഗിൻ്റെ അകത്താണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഓക്കെ, ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. അതേപോലെ തന്നെ അതിൻ്റെ താഴെയും ഡാറ്റ ലിസ്റ്റ് അങ്ങനെ കൊടുക്കുവാണ്. ഓക്കെ, ഡാറ്റ ലിസ്റ്റ് ടാഗ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ടാഗും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഓപ്ഷൻ ടാഗ് ക്ലോസിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാ ടാഗും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, ക്രോം എല്ലാം വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ അകത്ത് ആ ലെറ്ററുള്ള എല്ലാ സിമ്പിൾസും അല്ലെങ്കിൽ ആ ലെറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനുള്ള എല്ലാം നമുക്കിവിടെ ലിസ്റ്റ് ആകും. ഇപ്പോൾ ക്രോമിൻ്റെ ഇവിടെ ഉണ്ട്, ഫയർഫോക്സിൻ്റെ ഇവിടെ ഉണ്ട്, സഫാരിക്ക് ഇല്ല. സോ ഇതാണ് ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞ സെലക്ടർ. ഡാറ്റ ലിസ്റ്റ് സെലക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റ ലിസ്റ്റും അതുപോലെ തന്നെ സെലക്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഡാറ്റ ലിസ്റ്റ് ടാഗും അല്ലെങ്കിൽ സെലക്ട് ടാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം ചോദിക്കുക. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടാഗ് എന്ന് പറഞ്ഞത് ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ടാഗാണ്. ഓപ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഈ ഒരു ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സെലക്ട് ടാഗ് പോലെ തന്നെയാണ് ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടാഗും. ഓക്കെ, ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടാഗാണ്. ഈ ഒരു ടാഗ് സെലക്ട് ടാഗിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ടാഗാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്റ്റിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിസ്റ്റിനെ തന്നെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഈ ടാഗ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഓപ്റ്റ് ഗ്രൂപ്പ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? സെലക്ട് ടാഗിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടതാണ്. ഞാനൊരു സെലക്ട് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഓപ്റ്റ് ഗ്രൂപ്പ് ടാഗ് നമ്മൾ യൂസ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്റ്റ് ഗ്രൂപ്പ് ടാഗ് യൂസ് ചെയ്യാം. എത്ര ഓപ്റ്റ് ഗ്രൂപ്പ് ടാഗ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഈ ഓപ്റ്റ് ഗ്രൂപ്പ് ടാഗിൻ്റെ അകത്താണ് നമ്മൾ സാധാരണ ഓപ്ഷൻസ് കൊടുക്കാറ്. ഓക്കെ, നമ്മൾ ഓക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്ത പോലെ UK ഒരു ഓപ്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പം ഞാനൊരു ഓപ്റ്റ് ഗ്രൂപ്പ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓപ്റ്റ് ഗ്രൂപ്പ് ഞാൻ ജസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം ഓപ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ നെയിംസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു നെയിം കൊടുക്കാൻ പോവുകയാണ്. ഇതിന് ലേബൽ കൊടുക്കണം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഈ ഒരു ഗ്രൂപ്പിങ്ങിന് നമ്മൾ പ്രത്യേകിച്ച് നെയിം ഒന്നും കൊടുത്തിട്ടില്ല. ഇതിന് നെയിം കൊടുക്കാനായിട്ടാണ്. അത് മാത്രമല്ല അത് സെലക്റ്റബിളും അല്ല. നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ ഒരു നെയിം കൊടുക്കാൻ പോവാണ്. നെയിം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നെയിം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ ലേബലാണ് ഉപയോഗിക്കുന്നത്. ലേബൽ എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് set 1 എന്ന് ഞാൻ കൊടുക്കുവാണ്. സേവ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും സെറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റിൽ UK USA കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓപ്റ്റ് ഗ്രൂപ്പ് ഞാൻ ഒന്നും കൂടെ കോപ്പി ചെയ്ത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഞാനിതിന് set 2 എന്ന നെയിം കൊടുത്തിട്ട് ഇവിടെ വേറെ 2 കൺട്രി നെയിം കൊടുക്കുവാണ്. ഓക്കെ, ഓക്കെ 2 കൺട്രി നെയിം ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ 2 സെറ്റായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഈ set 2 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ക്ലിക്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുപോലെ set 1 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്തുള്ള എന്ത് കൺട്രീസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ,
സോ നമ്മൾ ഇത് ഈ സെലക്ട് ടാഗിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടാഗും ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ചോദ്യമാണ്. എന്തിനാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓപ്റ്റ് ഗ്രൂപ്പ് ടാഗ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഇല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് നെയിം കൊടുക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾ ലേബൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് അതിന് നെയിം കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ, ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടന്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ലേബൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ മൾട്ടിമീഡിയ എങ്ങനെയാണ് HTML-ൻ്റെ അകത്ത് കൊണ്ടുവരുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ HTML5 ആൾറെഡി മൾട്ടിമീഡിയ സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ ആദ്യത്തെ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടിമീഡിയ എന്ന് വെച്ചാൽ വീഡിയോ ഓഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഇമേജസും അതിൻ്റെ കൂടെ പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ വീഡിയോ ഓഡിയോ സപ്പോർട്ട് HTML5 വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് ഒരു വിത്ത് കൺട്രോൾസ് വീഡിയോ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണാറുണ്ട്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് HTML പേജിൻ്റെ അകത്ത് കൊണ്ടുവരിക എന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ മൾട്ടിമീഡിയനെ കുറിച്ച് പഠിക്കാം. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ്